ഷാർജയ്ക്ക് സമീപം മലീഹയിലെ അൽബുസ്താൻ വിസ്മയം തേടിയാണ് അടുത്ത യാത്ര. സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള ഈ സംരക്ഷിത വനത്തിൻ്റെ പ്രത്യേകതകൾ നിരവധിയാണ്. 600-ൽ പരം ജീവികളാണ് ഇതിനുള്ളിൽ വിഹാരം നടത്തുന്നത്. സന്ദർശകർക്ക് ഇനിയും അനുമതി ലഭിക്കാത്ത ഈ കന്യാവനത്തിൻ്റെ കൗതുകങ്ങളാണ് വീക്കെൻഡ് അറേബ്യ ഒപ്പിയെടുക്കുന്നത്. ആഫ്രിക്കയിലെ സഫാരിയിൽ നിന്നോ കേരളത്തിലെ സൈലന്റ് വാലിയിൽ നിന്നോ പകർത്തിയ കാഴ്ചകളല്ല ഇതൊന്നും. UAEയുടെ മണൽക്കാട്ടിൽ രൂപപ്പെടുത്തിയ അപൂർവ വന്യജീവി സങ്കേതങ്ങളിലാണ് നാം ഇപ്പോൾ. ഷാർജയ്ക്ക് സമീപം മലീഹയിലെ അൽബുസ്താൻ, ഒരു മൃഗശാലയെക്കുറിച്ചുള്ള മുൻധാരണകളെ തകിടം മറിക്കുന്ന വന്യജീവി കേന്ദ്രം. 17 ഹെക്ടറോളം വിസ്തൃതിയിൽ പക്ഷിമൃഗാദികൾക്ക് മാത്രമായി ഒരു വിശാല ലോകം. വിവിധ ഇനത്തിൽപ്പെട്ട 600-ലധികം ജീവികളാണ് ഇവിടെ സ്വൈര്യവിഹാരം നടത്തുന്നത്. വന്യത മുറ്റിയ ക്യാൻവാസിൽ മൃഗങ്ങളെയും പക്ഷികളെയും ചേർത്ത് ഒരു കലാകാരൻ ഒരുക്കിയ ചിത്രം പോലെ മനോഹരമാണ് അൽബുസ്താനും അവിടുത്തെ കാഴ്ചകളും. പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത വന്യജീവി സങ്കേതമാണ് അൽബുസ്താൻ. നാഷണൽ ജിയോഗ്രഫിക് ചാനൽ കഴിഞ്ഞാൽ ഈ വിസ്മയലോകത്തേക്ക് മിഴി തുറക്കാൻ അവസരം ലഭിച്ച ടെലിവിഷൻ ചാനൽ എന്ന അപൂർവതയും സ്വന്തമാക്കിയാണ് മീഡിയ വൺ ഇവിടേക്ക് യാത്ര തിരിച്ചത്. അൽബുസ്താൻ ചുമതലക്കാരായ കെയ്റ്റ് ഫിനസ്റ്റും മറ്റ് 2 പേരും അവിടെ നമ്മെ കാത്തുനിൽപ്പുണ്ടായിരുന്നു. അവരുടെ കൂടെയായിരുന്നു വന്യജീവി കേന്ദ്രത്തിലെ സവാരി യാത്രയും. തലയെടുപ്പുള്ള ജിറാഫായിരുന്നു ആദ്യ കാഴ്ച. തൻ്റെ കുഞ്ഞിനൊപ്പമാണ് അത് ക്യാമറയ്ക്ക് മുന്നിലെത്തിയത്. തൊട്ടടുത്തായി സീബ്രയും മാൻപേടകളും. മഡഗാസ്കർ സിനിമയിലെ കിങ് ജൂലിയനുകളുടെ ലോകമാണ് പിന്നെ. ആദ്യം ക്യാമറ കണ്ണുകൾക്ക് പിടികൊടുക്കാതെ ഓടിമറഞ്ഞു എങ്കിലും പിന്നീട് അവർ അനുസരണയോടെ പോസ്റ്റ് ചെയ്തു. ചുറ്റും കെട്ടിയുണ്ടാക്കിയ നീർത്തടത്തിൽ അരയന്നങ്ങളെപ്പോലെ തോന്നിക്കുന്ന ധാരാളം കൂട്ടുകാർ കിന്നാരം പറഞ്ഞ് നീന്തിക്കളിക്കുന്നു. മണ്ണിൽ പൊടിപാറിച്ച് കളിക്കുന്ന കാണ്ടാമൃഗം ഞങ്ങളെ കണ്ടതോടെ കൂടുതൽ ഉഷാറായി. അല്പം ക്രോധം മുഖത്ത് നിലനിർത്തി ചാടിയും തുള്ളിയുമായിരുന്നു അവന്റെ പ്രകടനം. മൃഗശാലയിൽ തന്നെ ഏറ്റവും ഭാരമുള്ള ഇവന്റെ ആകാരം തന്നെ പേടിപ്പെടുത്തുന്നതായിരുന്നു. ആഴ്ചകൾക്ക് മുമ്പ് ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്ന ആശയെന്ന കാണ്ടാമൃഗം UAEയിൽ പ്രസവിച്ചത് വാർത്തയായിരുന്നു. മാധ്യമങ്ങളിലൂടെ പ്രശസ്തിയായ ആ മാതാവ് ഡ്യൂലി എന്ന തൻ്റെ അരുമയോടൊപ്പം നിൽക്കുന്ന കാഴ്ചയാണിത്. അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നു എന്ന് ലോകമറിയട്ടെ എന്ന മട്ടിലാണ് നിൽപ്പ്. ഇത് കുരങ്ങുകളുടെ അത്ഭുത ദ്വീപോ എന്ന് സംശയിച്ചാൽ തെറ്റില്ല. ചുറ്റും ലില്ലിപ്പുട്ടിലെ മനുഷ്യരെ പോലെ ഒരു കൈപ്പത്തിയോളം മാത്രം വരുന്ന കുഞ്ഞൻ കുരങ്ങുകൾ. ലോകത്തെ ഏറ്റവും ചെറിയ കുരങ്ങുകളാണിവ. സൈലന്റ് വാലിയിലെ സിംഹവാലൻ കുരങ്ങിന്റെ ചെറിയൊരു പതിപ്പാണിവന്. ഇവൻ സ്പൈഡർമാന്റെ കടുത്ത ആരാധകനാണ്. പേരും പ്രകടനവും അങ്ങനെ തന്നെ. സ്പൈഡർ മങ്കി എന്നാണ് ഈ കറുപ്പൻ കുരങ്ങന്റെ പേര്. പക്ഷിരാജ്ഞികളുടെ കൊട്ടാരത്തിലെത്തിയിരിക്കുന്നു ഇപ്പോൾ നമ്മൾ. ചിലച്ചും ചിറകടിച്ചും അടക്കം പറയുന്ന അവരുടെ ശബ്ദം ഏറെ മധുരം തന്നെയാണ്. ആഫ്രിക്കയിൽ നിന്നെത്തിയ ഇവർക്ക് വൻ തുക വില വരും. ക്യാമറ കണ്ണുകൾ തൻ്റെ നേരെയാണെന്നറിഞ്ഞതോടെ അവരിലൊരു കുറുമ്പി ക്യാമറാമാൻ യൂസഫ് അലിക്ക് മുന്നിൽ നൃത്തം തുടങ്ങി. പല വർണ്ണങ്ങളിലുള്ള തത്തയുൾപ്പെടെ ഡസൻ കണക്കിന് പക്ഷികൾ അങ്ങിങ്ങായി പാറിക്കളിക്കുന്നു. സിംഹമടയ്ക്ക് മുന്നിലൂടെയാണ് ഇപ്പോൾ യാത്ര. മൃഗരാജനെ മുഖം കാണിച്ചു പോവാമെന്ന് നനച്ചതേയുള്ളൂ, അതാ വരുന്നു ഉള്ളിലെവിടെയോ ഉറങ്ങിക്കിടക്കുകയായിരുന്ന കേസരിപുത്രൻ. സടകുടഞ്ഞുള്ള ആ വരവ് ഒരു പ്രതാപകാലത്തിൻ്റെ പാരമ്പര്യം അവകാശപ്പെടുന്നുണ്ട്. കാണികൾക്ക് കൗതുകമൊരുക്കി അഴികൾ എണ്ണുമ്പോഴും സഹധർമ്മിണിക്കൊപ്പം ഈ ആരണ്യകത്തിലെ ചക്രവർത്തി പദം ഇവന് തന്നെ.
ആഫ്രിക്കൻ വനാന്തരങ്ങളിലെവിടെയോ ജീവിതമൊടുങ്ങുമായിരുന്ന കാട്ടുനായ്ക്കൾ തൊട്ടടുത്ത കൂട്ടിൽ. അറേബ്യൻ പുള്ളിപ്പുലിയെയും മാർബിൾ ക്യാറ്റിനെയും ഇവിടെ പരിചയപ്പെടാം. ഏറ്റവും വേഗത്തിൽ ചീറിപ്പായുന്ന ചീറ്റയുടെ സാന്നിധ്യം ഈ കാടിന് നൽകുന്ന പ്രൗഢി ചെറുതൊന്നുമല്ല. ഇടയ്ക്കിടെ ഞങ്ങളെ എത്തി നോക്കുന്നുണ്ടായിരുന്നു അവൻ. ഈ കമ്പിക്കൂട്ടിൽ നടുനിവർത്തി ഒന്ന് ഓടാൻ കഴിയാത്തതിൻ്റെ മുഷിച്ചിലുണ്ട് മുഖത്ത്. കിങ് ചീറ്റയും കരിമ്പുലിയുമുണ്ടിവിടെ. കരിമ്പുലി പരിചയഭാവത്തിലാണ് ക്യാമറയ്ക്കടുത്തേക്ക് വന്നത്. കറുപ്പിൻ്റെ 7 അഴക് സ്ഫുരിക്കുന്നുണ്ട് അവൻ്റെ മേനി നിറയെ. വ്യത്യസ്ത മാനുകളും കാട്ടുപോത്തും നിരവധി വരുന്ന മറ്റ് ജീവജാലങ്ങളും മനുഷ്യനിർമ്മിതമായ ഈ കാടിൻ്റെ തണൽ പറ്റി ജീവിക്കുന്നു. ഓരോന്നിനെയും കെയ്റ്റും സംഘവും ഞങ്ങൾക്കായി പരിചയപ്പെടുത്തി. Albustan was started in 1997 by an Emirati businessman. We have 110 different animal species with over just 600 animals on the farm at the moment. It's a 17-hectare farm, and we have species from all over the world, from South Africa or Africa, America, not so many from Australia, from Asia. പ്രകൃതി സ്നേഹിയായ ഒരു എമിറാത്തി പൗരന്റെ ഭാവനയിൽ നിന്ന് പിറവിയെടുത്തതാണ് അൽബുസ്താൻ. കാട്ടാറുകളും അരുവികളുമെല്ലാം കൃത്യമായി നിർമ്മിച്ച ഇവിടം ഇതുവരെ പൊതുജനങ്ങൾക്ക് സന്ദർശിക്കാൻ അവസരം നൽകിയിട്ടില്ല. വളരെ ജാഗ്രതയോടെയാണ് ഇതിൻ്റെ പരിചരണം. 100-ലധികം ജീവനക്കാർ ഇവിടെ സേവനമനുഷ്ഠിക്കുന്നു. അക്കൂട്ടത്തിലുമുണ്ട് മലയാളി സാന്നിധ്യം. 17 വർഷമായി ജോലി ചെയ്യുന്ന കൊല്ലം ജില്ലക്കാരനെ ഞങ്ങൾ പരിചയപ്പെട്ടു. കണ്ടുതീരാൻ ഇനിയും എന്തോ ബാക്കിയുണ്ടല്ലോ എന്ന സംശയത്തോടെയാണ് സന്ധ്യമയങ്ങുമ്പോൾ ഞങ്ങൾ അൽബുസ്താന്റെ പടിയിറങ്ങിയത്. ക്യാമറയെയും മനസ്സിനെയും ഈ വന്യജീവി കേന്ദ്രം ഇപ്പോഴും തിരികെ വിളിക്കുന്നു.